അതിന് പ്രായശ്ചിത്തം ചെയ്യാണ് വേണ്ടത്. വിദ്യമ്മ പറയൂ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? 2 തവണ ജപം അപൂർണമായ സ്ഥിതിക്ക് ഇനി ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ. ദേവൂട്ടിയുടെ സാന്നിധ്യത്തിൽ വേണം സന്ദീപിന്റെ അമ്മ ആ മന്ത്രം ഉരുവിടാൻ. എങ്കിൽ അത് ഫലപ്രദമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ദേവൂട്ടിയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോ അത് ദേവീ ചൈതന്യമുള്ള എവിടെ വെച്ചുമാവാം. സന്ദീപിന്റെ വീട്ടിലെ പൂജാമുറിയിലോ ക്ഷേത്രത്തിലോ അങ്ങനെ ശുദ്ധമായൊരു സ്ഥലത്താവണമെന്നേ ഉള്ളൂ. അതിന് ദേവൂട്ടി തയ്യാറാവുമോ? എന്താ സംശയം? സന്ദീപിന്റെ അമ്മയ്ക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുന്ന കാര്യമല്ലേ? ഉറപ്പായും ദേവൂട്ടിക്ക് അതിൽ എതിരഭിപ്രായം ഉണ്ടാവില്ല. പക്ഷേ സന്ദീപിന്റെ അമ്മ അതിന് സമ്മതിക്കുമെന്നാണ് എന്റെ സംശയം. ശരിയാ, അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് വിദ്യാമ്മേ. എന്തായാലും ഞാൻ അമ്മയോടും സംസാരിച്ചു നോക്കട്ടെ. ശരി, അങ്ങനെ ആവട്ടെ. എന്റെ മഹിമേ, ഞാൻ വിശന്ന് വലഞ്ഞാകെ തളർന്നാണ് വന്നത്. നാട്ടിൽ നിന്ന് വല്ലതും കഴിച്ചിട്ട് കയറിയതാ. ഇടയ്ക്ക് വണ്ടി ചായക്കും കടിക്കും വേണ്ടി നിർത്തി. മനസ്സിന് പിടിച്ചതൊന്നും കാണാത്തതുകൊണ്ട് ഞാനൊന്നും കഴിച്ചതേ ഇല്ല. രാത്രിയായപ്പോ വയറ്റിന്ന് അങ്ങോട്ട് ഒരു ഉരുണ്ടുകയറ്റവും ഒരു വെപ്രാളവും ഒരു പരവേശവും തുടങ്ങി. പിന്നെ ഇവിടം വരെ എങ്ങനെ സഹിച്ചു വന്നു എന്ന് എന്റെ പൊന്നു മഹിമേ എനിക്കറിഞ്ഞൂടാ. അതിനെന്താ, അമ്മായിക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കഴിക്ക്. അല്ല, ഞാൻ വരുന്ന കാര്യം നീ മഹേഷിനോട് പറഞ്ഞ? ഇല്ല, അമ്മായിയെ ഞാൻ വരുത്തിയത് മഹേഷിട്ട് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ വിലക്കും. പക്ഷേ അമ്മായി വന്നെങ്കിലേ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കൂന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത്ര അത്യാവശ്യമായിട്ട് അമ്മായിയെ ഞാൻ വിളിച്ചു വരുത്തിയത്. കാര്യം നീ പറഞ്ഞതൊക്കെ ശരിയാ. എന്നാലും മഹേശന്റെ കുഞ്ഞിന് ഇനി ആയുസ് അധികകാലം ഇല്ല. അതുകൊണ്ട് അവളുടെ ഹൃദയം മണിക്കുട്ടിനെ ചേരുമെങ്കിൽ അത് വെച്ച് പിടിപ്പിക്കുന്നത് തെറ്റൊന്നുമില്ല. എന്നാലും മഹേശനെ കൊണ്ട് അത് സമ്മതിപ്പിക്കാന്ന് പറയുന്നത്. അമ്മായി വിചാരിച്ച നടക്കും. ഞങ്ങളുടെ വിവാഹം നടത്തിയതും അമ്മായി മുൻകൈ എടുത്തല്ലേ. എന്നെ പോലെ തന്നെ മഹേഷേട്ടനും അമ്മായിക്ക് ബന്ധുവാണല്ലോ. കാര്യമൊക്കെ ശരി തന്നെ. എന്നാലും സ്വന്തം കുഞ്ഞിന്റെ കാര്യമാകുമ്പോ ആരായാലും ഒന്നും മടിക്കില്ലേ മഹിമേ? എന്തായാലും അവളുടെ ആയുസ് ഇതോടെ തീരും. എന്നാ പിന്നെ അതുകൊണ്ട് എന്റെ മണിക്കുട്ടിനെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് അങ്ങേർക്കൊന്ന് വിചാരിച്ച എന്താ? ഞാൻ ഈ കാര്യം കുറെ പ്രാവശ്യം അങ്ങേരോട് ഒഴിഞ്ഞും തിരിഞ്ഞും ഒക്കെ പറഞ്ഞു. പക്ഷെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്നുള്ള ആത്മവിശ്വാസം അങ്ങേർക്ക്. എന്റെ നോട്ടത്തില് അവളുടെ സമയം ഏതാണ്ട് അടുത്തിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാ. നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ എങ്ങനെയെങ്കിലും മഹേശനെ കൊണ്ട് ഈ കാര്യം സമ്മതിപ്പിച്ചെടുക്കാം. നിന്റെ കുഞ്ഞ് ആരോഗ്യവനായിട്ടിരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. റുക്കുമ്മയ്ക്ക് 2 ഇടിയപ്പം കൂടെ പറയട്ടെ? വേണ്ട മഹിമേ, ഇപ്പൊ തന്നെ എന്റെ വയറ് നന്നായിട്ട് നിറഞ്ഞു. എന്റെ ദൈവമേ, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? മണിക്കുട്ടിന് മരുന്ന് കൊടുക്കേണ്ട സമയമായി. ഇറങ്ങാം. ഞാൻ കൈയ്യിട്ട് വരാം. അതെ, നീ താമസിക്കുന്നിടത്ത് എണ്ണയും വാസന സോപ്പും ഒക്കെ കിട്ടുമോ മൈമേ? കിട്ടും, പക്ഷെ കുറച്ച് ദൂരെ പോകേണ്ടി വരും. ഞാൻ പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ടേ സാധനങ്ങളൊന്നും വലുതായിട്ട് എടുത്തിട്ടുമില്ല. ഇവിടെ നിന്ന് വാങ്ങാന്ന് വിചാരിച്ചു ഞാൻ. മഹിമ ചേച്ചി, സുഗന്ധിയോ? മഹിമ ചേച്ചിക്ക് വിരുന്നുകാരുണ്ടെന്ന് തോന്നല്ലോ. ഇത് റുക്കു അമ്മായി പറഞ്ഞു വരുമ്പോ എന്റെ ചിറ്റിയായിട്ട് വരും. പക്ഷേ ഞാൻ ചെറുപ്പം മുതല് അമ്മായി എന്നാ വിളിക്കാറ്.
മഹേഷൻ തിരുമേനിയുടെ ബന്ധുവാ റുക്കുവമ്മായി.